വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിന്റ് വെഞ്ചറിനകത്തുള്ള ഒരു അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് മീൻസ് ജോയിന്റ് വെഞ്ചർ ഓൺ കൺസൈൻമെന്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ജോയിന്റ് വെഞ്ചർ ബിസിനസ് ഓൺ കൺസൈൻമെന്റ് പ്രിൻസിപ്പിൾ. ദാറ്റ് മീൻസ് വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ ജോയിന്റ് വെഞ്ചറിനകത്തുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ ഏൽപ്പിക്കുന്നു. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് രണ്ട് ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. ആ ജോയിന്റ് വെഞ്ചറിനകത്തുള്ള പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഏജന്റിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഏജന്റ് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് ആ പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം അവൻ സെയിൽ ചെയ്യും. എന്നിട്ട് അവൻ്റെ കമ്മീഷനോ അല്ലെങ്കിൽ വേറെ അവൻ്റെ ചാർജോ അങ്ങനെയുള്ള സംതിങ് അവൻ്റെ സാലറിയോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരും. ആ തരുന്ന എമൗണ്ടിനെ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗിൽ വീതിക്കുന്നു. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇതാണ് ഇതിന്റെ ബേസ്. എങ്ങനെയായിരുന്നു? കോ ജോയിന്റ് വെഞ്ചേഴ്സ് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ജോയിന്റ് വെഞ്ചറിനകത്തുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ ഏൽപ്പിക്കുന്നു. ഏജന്റ് നമുക്ക് വേണ്ടി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് സെയിൽ ചെയ്യുന്നു. ആഫ്റ്റർ സെയിൽസ് കമ്മീഷനോ സാലറിയോ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരുന്നു. സോ ഇങ്ങനെ ഒരു കേസ് വരുന്ന നേരത്ത് ജോയിന്റ് വെഞ്ചറിന്റെ കൂടെ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ കൂടെ ഈ ജോയിന്റ് വെഞ്ചറിന്റെ അക്കൗണ്ടിന്റെ കൂടെ നമുക്ക് ഏതും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ആ ഏജന്റിന്റെ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. മനസ്സിലായി? നിങ്ങൾക്ക് ആ പ്രോസസ്സ് മനസ്സിലാക്കുക. ആ പ്രോസസ്സ് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏജന്റാണ് നമുക്ക് വേണ്ടി സെയിൽ ചെയ്യുന്നത്. ആ സെയിൽ ചെയ്തതിന്റെ കമ്മീഷനും കാര്യങ്ങളെല്ലാം എടുത്ത് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരുന്നു. നമ്മൾ ആ പ്രോഫിറ്റിനെ വീതിച്ചെടുക്കുന്നു. ഓക്കെ, നോക്കാം. ഓക്കെ, the co-joint ventures may desire to appoint an agent for selling goods on their behalf on consignment basis. Okay, he is allowed expenses and commission on sales, and the agent would remit the cash to co-joint ventures. അതായത് ഏജന്റിന് കിട്ടുന്ന ക്യാഷ് ഏജന്റ് ആർക്ക് കൊടുക്കും? ഈ പറയുന്ന co-joint venturesന് കൊടുക്കും. In such case, in addition to joint venture account and the co-joint ventures account, a separate account is maintained for the agent as well. മനസ്സിലായി? അതായത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ കൂടെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ കൂടെ ആരുടെ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യും? ആ ഏജന്റിന്റെ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യും. ഇനി നോക്കി, ദ ഏജന്റ്സ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ സെയിൽ പ്രൊസീഡ്സ് റിസീവ്ഡ് ബൈ ഹിം ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ആൻഡ് കമ്മീഷൻ പേയബിൾ ടു ഹിം. മനസ്സിലായി? അതായത് സെയിൽസിന്റെ എമൗണ്ട്, ഏജന്റ് കാരണം ഉണ്ടാകുന്ന സെയിൽസിന്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അവന് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കമ്മീഷനോ പറയുന്ന വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചാർജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലായി? ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അഡീഷണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മനസ്സിലായി? അതായത് ഏതിനകത്ത് എഫക്ട് വരുന്നത്? നമ്മുടെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിനകത്ത് എഫക്ട് വരുന്ന അഡീഷണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗുഡ്സ് സോൾഡ് ബൈ ഏജന്റ്സ്. ഏജന്റാണ് ഗുഡ്സ് സെയിൽ ചെയ്യണേ. മനസ്സിലായി? സോ സെയിൽ ചെയ്യുമ്പോൾ ആ എമൗണ്ട് ഏത് അക്കൗണ്ടിലോട്ട് കാണിക്കണം? ഏജന്റ് അക്കൗണ്ടിലോട്ട് കാണിക്കണം. ദാറ്റ് മീൻസ് ഏജന്റ് അക്കൗണ്ട് അറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ജോയിന്റ് വെഞ്ചറിനകത്ത് സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്താണോ എഴുതുന്നത് അതിന് പകരം ആ ജേണൽ എൻട്രിക്ക് പകരം ഓക്കെ, അതായത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യണേ. പക്ഷെ അത് ആരുടെ പേരിലാണ് കാണിക്കണേന്ന് മാത്രം. ആരുടെ പേരിലാണ് കാണിക്കണേ? ഏജന്റിന്റെ പേരിലാണ് കാണിക്കണേന്ന് മാത്രം. മനസ്സിലായോ? ആൻഡ് ദ സെക്കൻഡ് വൺ, ഇനി എക്സ്പെൻസ് കൊടുക്കുന്ന നേരത്ത് അതിന്റെ നേരത്തെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് അക്കൗണ്ട്. എക്സ്പെൻസ് ആർക്ക്? ഈ ഏജന്റിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് ആ നേരെ തിരിച്ചുള്ള ജേണൽ എൻട്രി വരും. ദാറ്റ് മീൻസ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് അക്കൗണ്ട് എന്ന് വരും. ആൻഡ് ദ തേർഡ് എൻട്രി, പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം ദ ഏജന്റ്. ഏജന്റിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്ന നേരത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് ഈ ഏജന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വെഞ്ചർക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്ന നേരത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഇനി ക്യാഷ് പെയ്ഡ് ബൈ ഏജന്റ് ടു നമ്മുടെ ജോയിന്റ് വെഞ്ചർ ആരാണോ അവർക്കാണ് ക്യാഷ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് കാണിക്കാം? ജോയിന്റ് വെഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ്സ് അക്കൗണ്ട് എന്ന് കാണിക്കാം. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഫസ്റ്റ് ജേണൽ എൻട്രി, സെയിൽ ചെയ്യുന്ന നേരത്ത് ഏജന്റ് ആണ് സെയിൽ ചെയ്യണേ. ഓക്കെ, ഏജന്റ് ആണ് സെയിൽ ചെയ്യണേ. ഏജന്റ് സെയിൽ ചെയ്യുന്ന നേരത്ത് ജോയിന്റ് വെഞ്ചറിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി എന്ത് ചെയ്തേ? ഏജന്റ് സെയിൽ ചെയ്യുന്നത് കൊണ്ട് അല്ലെ, ആ ഏജന്റ് അത്രയും രൂപ നമുക്ക് തരാനുണ്ട്. ഏജന്റ് സെയിൽ ചെയ്താൽ ഏജന്റ് അത്രയും രൂപ നമുക്ക് തരാനുണ്ട്. സോ നമുക്ക് ജേണൽ എൻട്രി ചെയ്താൽ ഏജന്റ് അക്കൗണ്ട് അറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയാം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇനി നമ്മൾ ഏജന്റിന് ക്യാഷ് കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള സമയത്ത് ജോയിന്റ് വെഞ്ചറിലോട്ടാണ് പറഞ്ഞത്. സോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് എന്ന് പറയും. ഇനി ഏജന്റ് എനിക്കാണ് ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് തരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് അക്കൗണ്ട് എന്ന് തരും. എന്റെ ജോയിന്റ് വെഞ്ചർ ആണ് നിങ്ങൾ. ഇനി ഏജന്റ് നിങ്ങൾക്കാണ് ക്യാഷ് തരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ജേണൽ എൻട്രി ചെയ്തു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഏജന്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇവിടെ ജോയിന്റ് വെഞ്ചർ തന്നെയാണ്. പക്ഷെ ആ ജോയിന്റ് വെഞ്ചറിനകത്തുള്ള പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ നിയമിക്കുന്നു എന്ന് മാത്രം, ഒരു അഡീഷണൽ ഏജന്റിനെ നിയമിക്കുന്നു എന്ന് മാത്രം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. നോക്കേ,
Sahani and Sahu entered into a joint venture to sell 800 bags of food grains. 800 bags of food grains സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. The business risk are to be shared in the ratio of 3:2. Okay, that means Sahani Sahuം കൂടെ 3:2 എന്ന് പറയുന്ന രീതിയിലാണ് വീതിക്കുന്നത്. Sahani supplied 400 bags at rupees 800 per bags. അതായത് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 400 ബാഗ്സ് സഹാനിയാണ് കൊടുക്കുന്നത്. എത്ര രൂപയ്ക്കാ? 800 റുപ്പീസിന്. ഇനി ഇത് കൊടുക്കുന്ന നേരത്ത് ആൻഡ് പെയ്ഡ് ഫ്രൈറ്റ് ഓഫ് 8,000 ആൻഡ് ഇൻഷുറൻസ് 2,000. ടോട്ടൽ നമുക്ക് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? 10,000 റുപ്പീസ് സഹാനിക്ക് ചെലവ് വന്നിട്ടുണ്ട്. മനസ്സിലായി? ടോട്ടൽ നമ്മൾ 800 ബാഗ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കണേ. ആ 800 ബാഗ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 400 ബാഗ്സ് കൊടുക്കുന്നത് സഹാനിയാണ്. സഹാനി ഓരോ ബാഗ് 800 റുപ്പീസിനാണ് കൊടുക്കണേ. അങ്ങനെ കൊടുക്കുന്ന നേരത്ത് സഹാനിക്ക് എത്ര രൂപ ചെലവ് വരും? 10,000 റുപ്പീസ് എക്സ്പെൻസസ് ആയിട്ടും വരും. ആൻഡ് സാഹു സെൻഡ് 400 ബാഗ്സ് അറ്റ് rupees 1,000 per bag. സാഹു 400 ബാഗ്സ് എത്ര രൂപയ്ക്കാണ് കൊടുക്കണേ? 1,000 per bag. ഒരു ബാഗിന് 1000 രൂപ കണക്കിലാണ് 400 ബാഗ് ആര് കൊണ്ടുവരണേ? സാഹു കൊണ്ടുവരണേ. ഇനി he paid 2,500 as a freight, insurance 8,000 and sundry expenses of 500. So 8,000, 10,000, 11,000 rupees ആർക്ക് ചെലവായിട്ടുണ്ട്? സാഹുവിന് ചെലവായിട്ടുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? സഹാനിക്ക് 400 into 800 plus 10,000 rupees ചെലവായിട്ടുണ്ട്. സോറി, സാഹുവിന് 400 into 1,000 plus 11,000 rupees ആർക്ക് ചെലവായിട്ടുണ്ട്? 11,000 rupees ആർക്ക് ചെലവായിട്ടുണ്ട്? സാഹുവിന് ചെലവായിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കി. സഹാനി പെയ്ഡ് 5,000 ആസ് അഡ്വാൻസ് ടു സാഹു. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ സഹാനിയുടെ അക്കൗണ്ട് ആണ്. സഹാനി ആർക്ക്? സാഹുവിന് കോ ജോയിന്റ് വെഞ്ചർക്ക് ഈ പറയുന്ന ഒരു 50,000 റുപ്പീസ്, 5,000 അല്ലല്ലോ 50,000 റുപ്പീസ് സാഹുവിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി ദേ അപ്പോയിന്റ് സന്ദീപ് ആസ് ആൻ ഏജന്റ് ഫോർ ദ സെയിൽ ഓഫ് ഗ്രെയിൻസ്. സന്ദീപിനെ ഏജന്റ് ആയിട്ട് നിർദ്ദേശിച്ചു. ഇനി സന്ദീപ് സോൾഡ് ഓൾ ബാഗ്സ് അറ്റ് rupees 1,200 per bag. അതായത് ഈ പറയുന്ന 800 ബാഗ്സും 1,200 റുപ്പീസിന് സന്ദീപ് സെയിൽ ചെയ്തു. ഇനി സന്ദീപിന്റെ എക്സ്പെൻസ് എന്തൊക്കെയാന്ന് നോക്കി. ഹി ഡിഡക്റ്റഡ് 21,000 ആസ് ഹിസ് എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ ഓൺ 5% ഓൺ സെയിൽസ്. ദാറ്റ് മീൻസ് എത്ര വരും? അതായത് 21,000 റുപ്പീസ് ഈ പറയുന്നത് പോലെ സന്ദീപിന്റെ എക്സ്പെൻസസ് ആയിട്ടും ടോട്ടൽ സെയിൽസ് എത്രയാണോ അതിന്റെ 5% കമ്മീഷൻ ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായി? സോ സന്ദീപിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം? ടോട്ടൽ സെയിൽസ് എത്രയാണോ, എത്രയാ 800 into 1,200. സോ അതിന്റെ 5% കമ്മീഷൻ ആയിട്ടും കൂടെ കൊടുക്കണം. കൂടാതെ 21,000 റുപ്പീസും കൂടെ കൊടുക്കണം എക്സ്പെൻസസ് ആയിട്ട്. ഇനി ഹി റെമിറ്റഡ് 6 lakh ബൈ ചെക്ക് ടു സഹാനി. നമ്മൾ സഹാനിയാണ്. ഓക്കെ, അതായത് സഹാനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ സഹാനിക്ക് ഡയറക്റ്റ് ആയിട്ട് 6 lakh റുപ്പീസ് കൊടുത്തു. ആൻഡ് ടു സഹാനി ആൻഡ് ദ ബാലൻസ് ബൈ വേ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആർക്കാണ് കൊടുത്തിരിക്കണേ? സാഹുവിനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ സെയിൽസ് എത്രയാണോ ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന സെല്ലിംഗ് കമ്മീഷനും 21,000 റുപ്പീസ് എക്സ്പെൻസും കഴിഞ്ഞതിന് ശേഷം ബാലൻസ് 6 ലക്ഷം രൂപ നമുക്ക് തന്നു, സഹാനിക്ക് തന്നു. ഓക്കെ, ഇനി ബാക്കി കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണോ അത് ആർക്ക് കൊടുത്തു? സാഹുവിന് കൊടുത്തു. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബില്ലായിട്ട്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പയർ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, സാഹൂസ് അക്കൗണ്ട് ആൻഡ് സന്ദീപ്സ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് സഹാനി. നമ്മുടെ സഹാനിയുടെ ബുക്കാണ് വരയ്ക്കേണ്ടത്. നമുക്ക് നോക്കാം. സോ ആദ്യം ജോയിന്റ് വെഞ്ചറിന്റെ അക്കൗണ്ട് നോക്കാം. നമുക്ക് അറിയാവുന്നത് പോലെ നോക്കി നമ്മളാണ് കൊടുക്കണേ, സഹാനിയുടെ ബുക്സിലാണ് വരയ്ക്കണേ. സോ നമ്മളാണ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കണേ. 400 into 800 3,20,000 റുപ്പീസിന് ഫുഡ് ഗ്രെയിൻസ് കൊടുത്തു. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നമ്മൾ സഹാനിയാണ്, മറക്കരുത്. നമ്മുടെ ഫ്രൈറ്റ് ചാർജസ് ആയിട്ട് 10,000 റുപ്പീസ് വന്നു. ഇനി സാഹു 400 യൂണിറ്റ്സ് തന്നത് 1,000 റുപ്പീസിനാണ്. സോ 4 lakh റുപ്പീസ് സാഹുവിന്റെ പേരിൽ എഴുതാം അല്ലെ? സാഹുവിന് ഇനി എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായേ നോക്കേ. സാഹൂസ് അക്കൗണ്ട് 11,000 റുപ്പീസ് സാഹുവിന് എക്സ്പെൻസസ് ഉണ്ടായി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ജോയിന്റ് വെഞ്ചറിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കൊടുത്തത് 800-നാണ്. സോ 400 into 800 3,20,000 എഴുതി. നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് 10,000 ആണ്, അത് മെൻഷൻ ചെയ്തു. സാഹു കൊണ്ടുവന്നത് 400 യൂണിറ്റ് 1,000 റുപ്പീസിനാണ്, 4 lakh റുപ്പീസ് കാണിച്ചു. കൂടാതെ സാഹുവിന്റെ എക്സ്പെൻസസ് ആയിട്ട് 11,000 റുപ്പീസും വരും. സിറ്റുവേഷൻ മനസ്സിലായി? ഈ എക്സ്പെൻസസിന്റെ കൂട്ടത്തിൽ ഏജന്റ് ആണ് സെയിൽ ചെയ്യണേ അല്ലെ? ആനന്ദ് എന്ന് പറയുന്ന ഏജന്റ് ആണ് സെയിൽ ചെയ്യണേ. ഏജന്റിന് എത്ര കൊടുക്കണം? 21,000 റുപ്പീസ് ഏജന്റിന്റെ എക്സ്പെൻസസ് ആയിട്ട് വരും. കൂടാതെ ഏജന്റ് സെയിൽ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 1,200-നാണ്. സോ 9,60,000 ഇതിന്റെ 5% കമ്മീഷൻ ആയിട്ട് കൂടെ കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? എത്ര വരും? 48,000 റുപ്പീസ് വരും.
സോ ടോട്ടൽ ജോയിന്റ് വെഞ്ചറിലെ സെയിൽസ് എന്ന് പറയുന്നത് 9,60,000 ആണ്. ആ 9,60,000 നിന്ന് ദേ ഇത്രയും എക്സ്പെൻസുകൾ നമുക്ക് മൈനസ് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് നമ്മൾ ഏത് രീതിയിലാണ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിനകത്ത്. ഇതുണ്ടോ 3:2 എന്ന് പറയുന്ന രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്. സോ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സഹാനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര വരും? നമുക്ക് സഹാനിക്ക് 90,000 വരും, സാഹുവിന് എത്ര രൂപയും വരും? 60,000 റുപ്പീസും വരും. ചെയ്ത് മനസ്സിലായല്ലോ? സോ ടോട്ടൽ പർച്ചേസ് എഴുതി, അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും എഴുതി, സെയിൽസ് എഴുതി, അതിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി. ആ പ്രോഫിറ്റ് 3:2 എന്ന് പറയുന്ന രീതിയിൽ വീതിച്ചു. നമ്മൾ സഹാനി ആയതുകൊണ്ട് നമുക്ക് 90,000 റുപ്പീസ് കിട്ടണം. സാഹുവിന് എത്ര കിട്ടാനുള്ളൂ? 60,000 റുപ്പീസേ സാഹുവിന് കിട്ടാനുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇനി സാഹുവിന്റെ അക്കൗണ്ട് വരയ്ക്കണം. നമ്മുടെ കോ ജോയിന്റ് വെഞ്ചറാണ്, സാഹുവിന്റെ അക്കൗണ്ട് വരയ്ക്കണം. നോക്കി, സാഹുവിന് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? സാഹു 4 lakh റുപ്പീസിന്റെ ഫുഡ് ഗ്രെയിൻസ് കൊണ്ടുവന്നു അല്ലെ. സോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4 lakh റുപ്പീസ് കാണിക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ്. കൂടാതെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എക്സ്പെൻസസ് ആയിട്ട് 11,000 വരും, സാഹുവിന് പ്രോഫിറ്റ് ആയിട്ട് 60,000 കൂടെ കിട്ടണം. ദാറ്റ് മീൻസ് ടോട്ടൽ സാഹുവിന് എത്ര രൂപ കിട്ടണം? 4,71,000 റുപ്പീസ് സാഹുവിന് കിട്ടണം. നമ്മൾ സാഹുവിന് ഒരു 50,000 റുപ്പീസിന്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 റുപ്പീസ് കാണിക്കാം. മനസ്സിലായി? ഇനി ഏജന്റ് എത്രയാണ് കൊടുത്തിരിക്കണേ? സാഹുവിന് ടോട്ടൽ 9,60,000 റുപ്പീസ് ആണ് നമ്മുടെ കമ്മീഷൻ വരുന്നത് അല്ലെ. കമ്മീഷൻ അല്ലല്ലോ, ടോട്ടൽ സെയിൽസ് വരുന്നത് 9,60,000 ആണ്. ഈ 9,60,000 സഹാനിക്ക് 6 lakh റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. സഹാനിക്ക് 6 lakh റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. സോ ബാലൻസ് 3,60,000 റുപ്പീസ് ആണ് വരുന്നത് അല്ലെ. ഏജന്റ് സെയിൽ നടത്തിയ 9,60,000. ആ 9,60,000 6 lakh റുപ്പീസ് സഹാനിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ബാലൻസ് 3,60,000 റുപ്പീസ് ആണ് പറഞ്ഞത്. ആ 3,60,000 കമ്മീഷനും ഇതുണ്ടോ സന്ദീപിന്റെ എക്സ്പെൻസും കമ്മീഷനും, ഏജന്റിന്റെ പേരാണ് സന്ദീപിന്റെ എക്സ്പെൻസും കമ്മീഷനും കൂടെ എത്ര വരും? 21,000 വരും, 48,000 വരും. സിറ്റുവേഷൻ മനസ്സിലായി? സോ ടോട്ടൽ 69,000 റുപ്പീസ് സന്ദീപിന്റെ കമ്മീഷൻ ആയിട്ട് പോകും അല്ലെ. ബാക്കി എമൗണ്ട് ആർക്ക് കൊടുക്കും? സാഹുവിന് കൊടുക്കും. ഓക്കെ, സോ 9,60,000 റുപ്പീസ് ആണ് സെയിൽസ്. ആ 9,60,000 6 lakh റുപ്പീസ് ഡയറക്റ്റ് ആയിട്ട് സഹാനിക്ക് കൊടുക്കും. ബാക്കി 3,60,000 ആണ് പറഞ്ഞത്. ആ 3,60,000 21,000 48,000 റുപ്പീസ് മൈനസ് ചെയ്യും. അത് ഈ പറയുന്ന ചാർജും കമ്മീഷനോ മൈനസ് ചെയ്ത് ബാക്കി ടോട്ടൽ 69,000 റുപ്പീസ് മൈനസ് ചെയ്ത് സാഹുവിന് കൊടുക്കുന്നത് എത്ര രൂപയാണ്? 2,91,000 റുപ്പീസ്. അതായത് 3,60,000 മൈനസ് 69,000 എത്ര വരും? 2,91,000 വരും. അങ്ങനെയാണെങ്കിൽ ഇനി ബാലൻസ് നമ്മൾ എത്രയും കൂടെ കൊടുക്കാണ്ട്? സാഹുവിന് എത്രയും രൂപയും കൂടെ കൊടുക്കാണ്ട്? 1,30,000 റുപ്പീസും കൂടെ കൊടുക്കാറുണ്ട്. ചെയ്ത് മനസ്സിലായല്ലോ? ഓക്കെ, ആ എമൗണ്ട് കിട്ടിയത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ടോട്ടൽ 9,60,000 റുപ്പീസ് ആണ് പറഞ്ഞത്. ഓക്കെ, ആ 9,60,000 6 lakh റുപ്പീസ് സഹാനിക്ക് കൊടുത്തു, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നു. ബാലൻസ് 3,60,000 69,000 റുപ്പീസ് ഏജന്റിന്റെ കമ്മീഷനും ചാർജും പിടിച്ചു. ബാലൻസ് 2,91,000 റുപ്പീസ് സാഹുവിന് കൊടുത്തു. സോ സാഹുവിന് ടോട്ടൽ ഈ ജോയിന്റ് വെഞ്ചറിൽ നിന്ന് കിട്ടേണ്ടത് 4,71,000 ആണ്. അതിനകത്ത് ആകെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് 50,000 മാത്രമാണ്. ഇപ്പോൾ ഏജന്റ് ഒരു 2,91,000 റുപ്പീസും കൂടെ കൊടുത്തു. ബാലൻസ് എത്ര വരും? 1,30,000 റുപ്പീസും കൂടെ നമ്മൾ കൊടുക്കണം. ദാറ്റ് മീൻസ് സഹാനി കൊടുക്കണം. ഇനി ഏജന്റിന്റെ അക്കൗണ്ട് നോക്കിയേ, എളുപ്പം. ടോട്ടൽ സെയിൽ ചെയ്തിരിക്കുന്ന 9,60,000 ആണ്. ആ 9,60,000 21,000 റുപ്പീസ് എക്സ്പെൻസ് ആയിട്ട് പോയി, 48,000 റുപ്പീസ് കമ്മീഷൻ ആയിട്ട് പോയി, 6 lakh റുപ്പീസ് നമുക്ക് കിട്ടി ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ചെക്ക് റിസീവ് 6 lakh റുപ്പീസ് കാണിച്ചു. സാഹുവിന് എത്ര രൂപ കൊടുത്തു? 2,91,000 റുപ്പീസ് സാഹുവിന് കൊടുത്തു. ചെയ്ത് മനസ്സിലായല്ലോ? സോ എളുപ്പമാണ്. ഈ പറയുന്ന കൺസൈൻമെന്റ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ജോയിന്റ് വെഞ്ചറിന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് അഡീഷണലി ആരെ കൂടെ നിയമിക്കുന്നു? ഒരു ഏജന്റിനെ കൂടെ നിയമിക്കുന്നു. ഓക്കെ, എന്നിട്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിനകത്ത് സെയിൽസിന് പകരം ഏജന്റിന്റെ പേര് എഴുതി, ഏജന്റ് ആണ് സെയിൽസ് നടത്തുന്നത്, ആ രീതിക്ക് കാണിച്ചു. അഡീഷണലി ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് ആയിട്ട് ഏജന്റിന്റെ കമ്മീഷനോ ചാർജോ ബാക്കിയുള്ള കാര്യങ്ങൾ വരും. ബാക്കിയുള്ളത് ജോയിന്റ് വെഞ്ചറിന്റെ പ്രോഫിറ്റ് ആണ്, അത് ഈ പറയുന്ന രീതിയിൽ ഷെയർ ചെയ്യും. ഇനി ഏജന്റിന്റെ അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്തും ഇതിന്റെ നേരെ റിവേഴ്സ് ടോട്ടൽ സെയിൽസ് കാണിക്കാം, അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഈ പറയുന്ന കൺസൈൻമെന്റ് എന്ന് പറയുന്ന ബേസിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.